ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മിനീസ് ട്യൂട്ടോറിയൽസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ ഒരു പ്രോബ്ലമാണ്. അതിൽ നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് സാലറിയുടെയും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണുമ്പോൾ അതിൽ രണ്ട് ഹെഡിൻ്റെ ഇൻകമാണ് കാണേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ദ ടാക്സബിൾ ഇൻകം ഫ്രം സാലറി, അതുപോലെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമുക്ക് ആദ്യം income from computation of income from salary, computation of income from house, income from salary, income from salary. അതിലെ Mr. A is an employee of a company in Mumbai. He get a monthly salary of rupees 20,000, DA rupees 10,000 per month, bonus rupees 3,000 per month and EA rupees 2,000 per month. He paid tax on employment rupees 5,000 during the financial year 23-24. He has been provided a rent-free unfurnished house. He owns 3 houses. First one is let out rupees 12,000 per month and other 2 houses are self-occupied. The following are the details. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം സാലറി, വാട്ട് ഈസ് ദ ടാക്സബിൾ സാലറി നമുക്ക് കണ്ടുപിടിക്കണം. അതിന് ഇൻഫോർമേഷൻസ് ഫസ്റ്റ് യു റൈറ്റ് ദ സാലറി. Salary 20,000 into 12, that is 2,40,000. Then DA 10,000 into 12, 1,20,000. Then next one is a bonus 3,000 into 12, that is 36,000. The next one EA 2,000 into 12, that is 24,000. Then next one is rent-free accommodation. He has been provided a rent-free unfurnished house. അപ്പോൾ നമ്മൾ 15% rent-free accommodation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറിയുടെ 15%. സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ ഐറ്റംസ് ആണ് എടുക്കേണ്ടത്? സാലറി, ബോണസ്, ദെൻ EA. അപ്പോൾ ടോട്ടൽ എമൗണ്ട് 2,40,000 പ്ലസ് 36,000 പ്ലസ് 24,000 വി ഗെറ്റ് 33 lakhs. അപ്പോൾ 15% ഓഫ് 3 lakhs, 15% ഓഫ് 3 lakhs becomes 45,000. എങ്ങനെ? ടോട്ടൽ ഗ്രോസ് സാലറി ഈസ് ഗ്രോസ് സാലറി ഈസ് 4,65,000 ലെസ് ഡിഡക്ഷൻ. അതിൽ എംപ്ലോയ്മെൻറ്റ് ടാക്സും ഉണ്ട്, പിന്നെ ഡിഡക്ഷൻസ് അണ്ടർ 16, ദാറ്റ് ഈസ് 50,000. അങ്ങനെ ടോട്ടൽ ഡിഡക്ഷൻ 50,000 പ്ലസ് 5,000, that is 55,000. Thus taxable salary equal to 4,10,000. Taxable salary. The next one is about computation of income from salary കഴിഞ്ഞു. The next one is computation of income from house property. Computation of
income from house property. Particulars: house number 1, house 2, then house 3. അതിലെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഹൗസ് ആണ് ലെറ്റ് ഔട്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുന്നത്? 12,000 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 1,44,000. ദാറ്റ് ഈസ് ദ ആക്ച്വൽ റെൻറ്റ്. ഫെയർ റെൻറ്റ് 1,50,000 ഈസ് ഗിവൺ. മുനിസിപ്പൽ വാല്യൂ ഫസ്റ്റ് യു കമ്പയർ ഫെയർ റെൻറ്റ് ആൻഡ് മുനിസിപ്പൽ വാല്യൂ whichever is higher. അപ്പോൾ in this case 1,60,000. then compare with the standard rent whichever is less. അപ്പോൾ 1,60,000 again compare with the actual rent. thus എന്താണ് ഗ്രോസ് ആനുവൽ വാല്യൂ ബിക്കംസ് എത്ര വരും? 1,60,000 ഫോർ ദ ഫസ്റ്റ് ഹൗസ്. ഗ്രോസ് ആനുവൽ വാല്യൂ ദാറ്റ് ഈസ് 1,60,000. മറ്റേ രണ്ട് ഹൗസുകളും എന്താണ് സെൽഫ് ഒക്യുപ്പൈഡ് ആണ്. അപ്പോൾ ദർ ഇസ് നോ ആനുവൽ വാല്യൂ. ദെൻ ലെസ് മുനിസിപ്പൽ ടാക്സ്. Less municipal tax. Municipal tax means municipal value in the 10%. That is 16,000. 16,000. അപ്പോൾ ലെസ് ചെയ്യുമ്പോൾ we get annual value 1,44,000. That is the annual value. Annual value 1,44,000. Self-occupied house there is no annual value. Then ഇനി അടുത്തത് ലെസ് ഡിഡക്ഷൻസ് 30% of annual value. That is 1,44,000 into 30/100. $13,200 43,200. Then interest on capital borrowed, that is 40,000. അങ്ങനെ ടോട്ടൽ ഡിഡക്ഷൻസ് 83,200. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിന് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,70,000. then 50,000. അപ്പോൾ ഇത് ലെസ് ചെയ്യുമ്പോൾ we get 60,800. ഇവിടെ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിന് -1,70,000. then ഇവിടെ 1,50,000. that is the income from house property. ഇനി ടോട്ടൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ടോട്ടൽ കമ്പ്യൂട്ട് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. അതിൽ ഇൻകം ഫ്രം സാലറി that is 4,10,000. then income from house property ഉണ്ട്. income from house property ആദ്യത്തെ ഹൗസിൻ്റെ income from house property is 60,800. that is 4,70,800 less loss from house property. loss from house property ഇവിടെ 1,70,000 പ്ലസ് 50,000 2,20,000 വരും. പക്ഷേ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിന് മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്നത് 2 lakhs ആണ്. അപ്പോൾ നമുക്ക് 2 lakhs ലെസ് ചെയ്യുന്നു. 2 lakhs
maximum deduction $2 lakhs. അപ്പോൾ ലെസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻകം ബിക്കംസ് 2,70,800. ഇങ്ങനെയാണ് രണ്ട് ഹെഡ്സ് ഓഫ് ഇൻകം തരുമ്പോൾ നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ആദ്യം കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി, ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇവിടെ ഫസ്റ്റ് ഹൗസ് ലെറ്റ് ഔട്ടാണ്, സെക്കൻഡ് ഹൗസ് രണ്ട് ഹൗസുകൾ എന്താണ് സെൽഫ് ഒക്യുപ്പൈഡ് ആണ്. അപ്പോൾ അവിടെ ദർ ഇസ് നോ ആനുവൽ വാല്യൂ. അവിടെ ആകെ ഡിഡക്ഷൻ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. അപ്പോൾ മൈനസ് സൈൻ ആണ് വരുന്നത്. പക്ഷേ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് 2 lakhs വരെയാണ്. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിൻ്റെ മാക്സിമം ഡിഡക്ഷൻ 2 lakhs ആണ്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്ത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന ഓരോ സ്റ്റുഡൻസും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.